മനുഷ്യനല്ലാത്ത സൃഷ്ടികളെ സംബന്ധിച്ച് ഖുർആൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് അങ്ങനെ ഖുർആനിൽ കാണാം 6 ദിവസം. അത് ആദം അലൈഹി ഇസ്ലാമിനെ പടച്ചെടുത്തല്ല, 6 ദിവസം കൊണ്ട് ആകാശഭൂമിയെ പടച്ചു എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. 6 ദിവസം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് ആർക്കറിയാം? ദിവസം സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പിന്നെ ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും ഒക്കെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഭൂമിയും സൂര്യനൊക്കെ പടക്കുന്നതിന് മുൻപ് ആകാശങ്ങളെയും ഭൂമികളെയൊക്കെ പടക്കുന്നതിന് എടുത്ത കാലയളവ് 6 ദിവസമാണ് എന്ന് പറയുമ്പോൾ ആ ദിവസത്തിന്റെ അർത്ഥം എന്താ? അപ്പൊ അത് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ അർത്ഥം അത് നമുക്ക് അറിയാത്തൊരു സമയഘട്ടങ്ങളായിരിക്കാം. ദിവസം, യൗം, അയ്യാം എന്ന് ഖുർആൻ ഉപയോഗിച്ചത് പല അർത്ഥങ്ങൾക്കുണ്ട്. നമ്മൾ സാധാ ഒരു ദിവസത്തിന് ഖുർആനിൽ യൗം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിലെ മഹ്ശറിലെ ഒരു ദിവസത്തെ പറ്റി പറയുന്നത് കാണാം. 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം. അവിടെയും യൗമൻ കാന മിഖ്ദാറുഹു 50,000 മിഅ. അപ്പൊ അതും ഒരു ദിവസമാണ്. ഇപ്പൊ ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ ഇത്ര സെക്കൻഡ് എന്ന് കൃത്യമായിട്ട് മാത്രമാണ് അർത്ഥമുള്ളത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഭൂമിയെയും സൂര്യനെയും പടക്കുന്നതിന് മുമ്പ് ഖുർആനിൽ പ്രയോഗിച്ച ദിവസത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല എന്ന് മാത്രം. ഖുർആനിൽ പറഞ്ഞത് പ്രകാരം ആദം നബീനെ പഠിച്ചത് ശാസ്ത്രീയമായി വിലയിരുത്തുമ്പോൾ തീരെ യോജിക്കാൻ പറ്റൂലല്ലോ. കാരണം കളിമണ്ണ് കൊണ്ടാണ് ആദം നബിയെ സൃഷ്ടിച്ചത് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ശാസ്ത്രീയമായിട്ട് തീരെ യോജിക്കാൻ കഴിയാത്തൊരു സംഗതിയല്ലത്. ഇന്ന് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെ വല്ലാതെ പുച്ഛിക്കുന്ന ഒരു ആശയമാണ് മണ്ണിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന് പറയുന്നത്. മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്ന്. മനുഷ്യനെ എന്ന് പറയുന്നാൽ ആദം അലൈഹി ഇസ്ലാമിനെ ആദ്യം പടച്ചത് മണ്ണിൽ നിന്ന്. ആദം അലൈഹി ഇസ്ലാമിനെ മാത്രമല്ല, നമ്മളെയും അല്ലാഹു തആല മണ്ണിൽ നിന്ന് തന്നെയാണ് പടച്ചത്. അതിന് യാതൊരു തർക്കമില്ല. അതെങ്ങനെ ശരിയാകും? ഭൗതികമായിട്ട് അതിനെങ്ങനെയാന്ന് വിശദീകരിക്കാൻ പറയാം. അത് പുതിയൊരു തിയറി ആവിഷ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് സയൻസ് കണ്ടുപിടിച്ച് ഇന്നത്തെ നമ്മുടെ വസ്തുത നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എൻ്റെ ഈ ശരീരം എവിടെ നിന്നുണ്ടായതാ? എൻ്റെ കാണുന്ന ഇറച്ചിയും എല്ലും രക്തവും മജ്ജയും മാംസവും ഒക്കെ അതിൻ്റെ ഉറവിടം എന്താണ്? എന്തിൽ നിന്നാണ് ഈ ഇറച്ചി രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കഴിച്ച ഭക്ഷണമാണ് എൻ്റെ ഈ ഇറച്ചിയും എല്ലുമൊക്കെ ആയിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിച്ച ഭക്ഷണമൊന്നും ഇപ്പം ശരീരത്തിലില്ല. ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ, മാക്സിമം പോയാൽ ഈ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ ഞാൻ ഭക്ഷിച്ച ഭക്ഷണ പദാർത്ഥങ്ങളാണ് അരിയും കുമ്പളങ്ങയും മത്തങ്ങയും അതുപോലെ ഇറച്ചിയും. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്? ഈ ആഹാരമാണ് അതിൻ്റെ വേസ്റ്റുകളൊക്കെ പുറന്തള്ളി ബാക്കി ആവശ്യമുള്ളത് ശരീരം സ്വീകരിച്ച് പോഷകങ്ങളും ലവണങ്ങളും അതിൻ്റെ പ്രോട്ടീനുകളൊക്കെ എടുത്ത് ശരീരത്തിൻ്റെ ഇറച്ചിയും എല്ലുമൊക്കെയായി രൂപപ്പെടുത്തുന്നത്. ഇതിൻ്റെ കോശങ്ങൾ ഇങ്ങനെ കോപ്പിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ 5 വർഷം മുമ്പുണ്ടായിരുന്ന കോശമല്ല ഇപ്പോൾ ഉള്ളത്. 5 വർഷം മുമ്പുള്ള കോശങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ കോപ്പിങ് ചെയ്ത ഫോട്ടോസ്റ്റാറ്റ് കോശങ്ങളാണ് എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഇടയായിട്ട് ഞാൻ കഴിച്ച ഭക്ഷണമാണ് എൻ്റെ ശരീരം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ കഴിക്കുന്ന അരി എവിടെ നിന്ന് വരുന്നതാണ്? ആന്ധ്രയിലെ നെൽപ്പാടങ്ങളിൽ നിന്ന് വരുന്ന അരിയായിരിക്കും ഒരു പക്ഷെ നമ്മൾ കഴിക്കുന്നത്. ഈ നെല്ല് എങ്ങനെ രൂപപ്പെട്ടു? നെല്ല് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നെല്ല്, അരി എന്ന് പറയുന്നത് എന്താണ്? എവിടെ നിന്നാണ് അതിൻ്റെ കണ്ടന്റ് രൂപപ്പെടുന്നത്? അരിക്കകത്തുള്ള ലവണങ്ങൾ, അതിൻ്റെ ദ്രവ്യം എവിടെ നിന്ന് രൂപപ്പെടുന്നതാ? അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ നെല്ലായി വരുന്നതാണോ? അല്ല, മറിച്ച് മണ്ണാണ് അരിയായിട്ട് മാറുന്നത്. നമ്മൾ ഒരു വിത്ത് മണ്ണിൽ നടുമ്പോൾ അത് വേരുകളിൽ പടർന്നു പിടിച്ച് അതിൻ്റെ മൂലലോമങ്ങളിലുള്ള പ്ലാസ്മ സ്തരങ്ങളിൽ നിന്ന് ഇങ്ങനെ അയണുകളുടെ രൂപത്തിൽ ലവണങ്ങളെ വലിച്ചെടുത്ത് മണ്ണിൽ നിന്ന് അത്
സസ്യത്തിൻ്റെ ശരീരത്തിലൂടെ മുകളിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നതാണ്, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ മണ്ണിൽ നിന്നുള്ള ലവണങ്ങൾ വലിച്ചെടുത്തുകൊണ്ടാണ് ഈ മരം ഉണ്ടാകുന്നത്. മരത്തിൻ്റെ അംശങ്ങൾ മുഴുവനും മണ്ണായിരുന്നു. മുമ്പത്തെ മണ്ണാണ് ഇപ്പോൾ മരമായി മാറിയിരിക്കുന്നത്. ഈ മരമാണ് പഴങ്ങളായി മാറിയിരിക്കുന്നത്, നെല്ലായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായി മണ്ണാണ് സാധനം. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും മണ്ണാണ്. മണ്ണിൻ്റെ അംശങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ട ഒരു രൂപമാണ് നെല്ല്, പഴം, ആപ്പിൾ എല്ലാം. നമ്മൾ അത് കഴിച്ചുകൊണ്ട് ആ ഭക്ഷണമാണ് ഇറച്ചിയും എല്ലും പിന്നെ രക്തവും മജ്ജയും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആത്യന്തികമായി ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ 80% ആന്ധ്രയിലെ നെൽപ്പാടങ്ങളിൽ മുമ്പുണ്ടായിരുന്ന മണ്ണാണ് ഈ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയുള്ള അരിയും ഭക്ഷണമാണോ ഞാൻ കഴിക്കുന്നത്, അവിടുത്തെ മണ്ണാണ് എൻ്റെ ശരീരമായി ഇപ്പോൾ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഇനി ഞാൻ മരണപ്പെട്ട് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും എൻ്റെ ശരീരം ദ്രവിച്ച് അത് വീണ്ടും പഴയ രൂപത്തിൽ മണ്ണായി മാറുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മണ്ണ്, മുൻപും മണ്ണായിരുന്നു, ശേഷവും മണ്ണാകുന്നു. അതിൻ്റെ ഇടയിൽ രൂപാന്തരപ്പെട്ട ഒരു ഭൗതിക ഘടന മാത്രമാണ് ശരീരം എന്ന് പറയുന്നത്. മുഴുവൻ മനുഷ്യനെയും മണ്ണിൽ നിന്നാണ് പടച്ചത് എന്ന് പറയുന്നത് എത്ര ശാസ്ത്രീയമായ ഒരു സത്യമാണ്. ഇതിനെയാണ് പരിഹസിക്കുന്നത് കളിമൺ ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മനുഷ്യനെ അല്ലാഹു തആല ഫസ്റ്റ് ക്രിയേഷൻ നടത്തുമ്പോൾ ഏതിൻ്റെ ലവണങ്ങളും ഏതിൻ്റെ അംശങ്ങളും എടുത്തുകൊണ്ടായിരിക്കും പടച്ചിട്ടുണ്ടാവുക? ഈ മണ്ണിലെ അംശങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ രൂപം ഫസ്റ്റ് ക്രിയേഷൻ നടത്തുക. ഓക്കെ, ആദ്യത്തെ മനുഷ്യനെയും പടക്കുന്നത് നമ്മൾ നേരെ ഈ കള്ളിമണ്ണ് എടുത്തിട്ട് ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടിയില്ല. നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു തരികയാണ്. അപ്പം ഈ മണ്ണിൻ്റെ അംശങ്ങൾ ശരീരമാകാൻ വേണ്ട എന്തൊക്കെ അംശങ്ങളാണോ ആ അംശങ്ങളിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ, പ്രോസസ്സുകൾ നടന്നാൽ അത് നെല്ലായി മാറുമല്ലോ. അതിൽ വീണ്ടും എന്തൊക്കെയോ പ്രോസസ്സുകൾ നടന്നാൽ അത് ഇറച്ചിയായി മാറുമല്ലോ. അതിലൊന്നും നമുക്ക് സംശയമല്ല. ആ പ്രോസസ്സ് അല്ലാഹു തആല നേരിട്ട് നടത്തി മനുഷ്യ ശരീരം രൂപം ആദ്യം ഉണ്ടാക്കി. ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇതിൽ നിന്നും ശാസ്ത്രീയമായി യാതൊരു വൈരുദ്ധ്യങ്ങളും ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പം മനുഷ്യൻ പൂർണ്ണമായും ആദം അലൈഹിസ്സലാം എന്ന് മാത്രമല്ല നമ്മളും. അപ്പോൾ മണ്ണിൽ നിന്നാണ് പടച്ചത്, മണ്ണിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങി പോവുകയും ചെയ്യുന്നത്. അതിനെ പരിഹസിച്ച് കളിമൺ ശാസ്ത്രം എന്ന് പറഞ്ഞ് അപഹസിക്കുന്നവരോട് സഹതിപ്പിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞില്ലേ, ഇസ്ലാമികമായിട്ട് തന്നെ ആദം നബിയേക്കാൾ മുന്നേ ഇപ്പോൾ പരിണമിച്ചെത്തിയ ജീവികളുടെ പൂർവ്വജീവികൾ അവരന്നുണ്ടാകാം എന്നൊക്കെ. അത് അഖിലിയായ ഒരു സാധ്യത പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇമാമിങ്ങളുടെ കിതാബുകളിൽ എങ്ങാനും അങ്ങനെയുള്ള പരാമർശമൊക്കെ? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അത് സാധ്യമാണ് എന്നാണ് നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നത്. ഇസ്ലാമിന് മനുഷ്യനെ പടക്കുന്നതിന് മുൻപ് ഭൂമിയിൽ മനുഷ്യനോട് സമാനമായ ഒരു ജീവജാലങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന വാദമൊന്നും ഇസ്ലാമിനില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇങ്ങനെ തന്നെ സാധ്യത പറഞ്ഞ മുഫസ്സിരീങ്ങളെയും കാണാൻ സാധിക്കും. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മലക്കുകളെ വിളിച്ചുകൊണ്ട് അതജ്അലു ഫീഹാ, അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പുതിയ ജീവിവർഗത്തെ സൃഷ്ടിക്കുകയാണ്, ഒരു പ്രതിനിധിയെ സംവിധാനിക്കുകയാണ്. മലക്കുകളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ മലക്കുകൾ പറയുന്നുണ്ട്, ഖാലു അതജ്അലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ ഇനിയും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന, പ്രശ്നങ്ങളും സംഘട്ടനങ്ങളും രക്തച്ചൊരിച്ചിലുകളും നടത്തുന്ന ഒരു ജീവിവർഗത്തെ പടക്കണോ പടച്ചോനെ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് തിരിച്ച് അഭിപ്രായം പറയുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആല പറയുന്നു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പടക്കുകയാണ്. ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമുകൾ പലരും തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് മലക്കുകൾക്ക് ഇങ്ങനെ ഒരു ആശയം മനസ്സിലായത്? ഭൂമിയിൽ മനുഷ്യർ പരസ്പരം സംഘട്ടനങ്ങൾ നടക്കുമെന്നും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുമെന്നും ഒക്കെ മലക്കുകൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന മറുപടി, ഭൂമിയിൽ മനുഷ്യനെ ആദം അലൈഹിസ്സലാമിനെ പടച്ച് സംവിധാനിക്കുന്നതിൻ്റെ മുൻപ്
ഭൂമിയിൽ മനുഷ്യനോട് സമാനമായ ചില ജീവിവർഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അവർ പരസ്പരം സംഘട്ടനങ്ങളും അടിപിടികളും രക്തച്ചൊരിച്ചിലുകളും ഒക്കെ നടത്തി അവർ വംശനാശം സംഭവിച്ചതായിരിക്കാം എന്ന സാധ്യത ഇസ്ലാമിക കിതാബുകളിൽ പഴയ പുരാതന കാലം തൊട്ടേ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സാധ്യതകളെ, സാധ്യത മാത്രമാണ് ഇങ്ങനെയാണ് എന്നൊന്നുമല്ല ഇസ്ലാം പറയുന്നത്. ഇങ്ങനെയുള്ള സാധ്യത ഇസ്ലാമികമായിട്ട് യാതൊരു വൈരുദ്ധ്യവും അതിനില്ല എന്ന് മാത്രമാണ് പറയുന്നത്. മാത്രമല്ല നമ്മൾ പറഞ്ഞു മനുഷ്യൻ എന്ന് പറയുന്നത് ബുദ്ധി വികസിച്ച ഒരു ജീവിവർഗമാണ്. ഇത്തരത്തിലുള്ളൊരു ജീവിവർഗത്തിന് പിന്നെ ഇന്നത്തെ ഒരു ലെവലിലേക്ക് എത്താൻ പരമാവധി പോയാൽ ഒരു 10-15,000 കൊല്ലത്തിൻ്റെ ആയുസ്സേ ആവശ്യമുള്ളൂ. ആധുനിക മനുഷ്യന് ബുദ്ധി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കല്ലേ. അപ്പോൾ പിന്നോട്ട് പോകുന്തോറും ബുദ്ധി കുറഞ്ഞ് കുറേ കാലങ്ങൾക്ക് മുന്നേ മൃഗങ്ങളുടെ, കുരങ്ങുകളുടെ അത്രയൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരിലുണ്ടാകാം. മനുഷ്യന് ബുദ്ധി വർദ്ധിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യന് ബുദ്ധി വർദ്ധിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. 1000 വർഷം മുമ്പുള്ള മനുഷ്യരുടെ ബുദ്ധിയേക്കാൾ ഇന്നത്തെ മനുഷ്യന് ബുദ്ധി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്കില്ല് ബേസിക്കലി വർദ്ധിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധി വർദ്ധിക്കാതെ പഴയ കാലങ്ങളെക്കാളും മനുഷ്യൻ്റെ പുരോഗതിയും ടെക്നോളജിയൊക്കെ വളർന്നില്ലേ? അപ്പോൾ ബുദ്ധി കൂടിയതുകൊണ്ടല്ലേ? പറയാം. അതായത് ബുദ്ധി വർദ്ധിക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു ബുദ്ധിയിൽ തന്നെ മനുഷ്യൻ നിൽക്കുകയാണ്. ബുദ്ധി എന്ന് പറയുന്നത് 2 സംഗതികളൊക്കെ ചേർത്ത് പുതിയതായ ഒരു കാര്യം ആലോചിക്കാനും കണ്ടെത്താനുള്ള ഒരു സ്കില്ലാണ്. ആദ്യമായി ഫോൺ കണ്ടുപിടിച്ച ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ആദ്യം റേഡിയോ കണ്ടുപിടിച്ച ഒരാളുണ്ടാവും. അയാൾ ഏറ്റവും നന്നായി ബുദ്ധി ഉപയോഗിച്ച ഒരാളാണ്. ഓക്കെ, ഇയാൾ കണ്ടുപിടിച്ച ഫോണിനെ ഇനി ജസ്റ്റ് ഒരു സ്റ്റെപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും. മറ്റൊരു പുതിയ ആൾ, ഈ അപ്ഡേറ്റ് ചെയ്ത ആൾക്കല്ല കൂടുതൽ ബുദ്ധിയുള്ളത്, ആദ്യത്തെ ഫോൺ കണ്ടുപിടിച്ച ആൾക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത്. ഓക്കെ, ആദ്യം ഫോൺ ഇല്ലാതിരുന്ന സമയത്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കോളിംഗ് സംവിധാനം, ഇവിടെ നിന്ന് ശബ്ദം ദൂരേക്ക് അയച്ച് സംസാരിക്കാനുള്ള ഒരു സംവിധാനം കണ്ടുപിടിച്ചു. അത് എത്രയോ വലിയ ഒരു മെഷീനായിരിക്കാം. ഈ ഫോൺ കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത്. ഈ ഫോൺ കണ്ടുപിടിച്ച് അയാൾ നിർമ്മിച്ച ഫോണിനെ ഇനി രണ്ടാമതൊരാൾ വന്ന് ചെറിയൊരു അപ്ഡേഷൻ കൊടുക്കുന്നു, കുറച്ചുകൂടി വേഗത്തിൽ കേൾക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു, അല്ലെങ്കിൽ ആ ഫോൺ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ മെഷീനിൻ്റെ വലുപ്പം കുറച്ച് കുറയ്ക്കുന്നു. ഇതിനൊന്നും വലിയ ബുദ്ധി ആവശ്യമില്ല. അപ്പോൾ അടുത്ത ആൾ വീണ്ടും കുറയ്ക്കുന്നു, വീണ്ടും അതിനെ ഡെവലപ്പ് ചെയ്തുന്നു, അതിന് നല്ല പെയിൻ്റ് അടിക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ അവസാനം ഇറങ്ങിയ ഐഫോണിൻ്റെ പുതിയ വേർഷൻ, ഈ വേർഷൻ ഉണ്ടാക്കിയ ആളല്ല ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഈ പുതിയ വേർഷനാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും സംവിധാനങ്ങളും ഓപ്ഷനുകളും ഒക്കെ ഉള്ള ഉപകരണം ഈ ലാസ്റ്റ് നിർമ്മിച്ചതാണ്. പക്ഷേ ഈ ലാസ്റ്റ് നിർമ്മിച്ച ആൾക്കല്ല കൂടുതൽ ബുദ്ധിയുള്ളത്, മറിച്ച് ആദ്യത്തെ വേർഷൻ കണ്ടുപിടിച്ച ആൾക്കാണ്. ആദ്യത്തെ വേർഷൻ കണ്ടുപിടിച്ച ആൾ ഇത് കണ്ടുപിടിച്ച് പ്രവർത്തിച്ച ശേഷം അയാൾ വീണ്ടും ആ ബുദ്ധി ഉപയോഗിച്ചാൽ അതിനെ വീണ്ടും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ അയാൾക്ക് തന്നെ കഴിയും. അപ്പോൾ ഇങ്ങനെയെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുമ്പോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ പണ്ട് കാലത്തുള്ള ആളുകൾക്ക് വളരെ ശക്തമായ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മുമ്പിൽ ഡാറ്റകളില്ല. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച വിവരങ്ങൾ നമുക്ക് പഠിച്ചെടുത്താൽ മതി. അതൊന്നും നമ്മളിനി കണ്ടെത്തേണ്ട കാര്യമില്ല, കണ്ടെത്തിയത് പഠിച്ചെടുത്താൽ മതി. ഇനി എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് മാത്രമേ എനിക്ക് കണ്ടെത്തേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പ് കണ്ടെത്തിയതും ആദ്യം കണ്ടെത്തിയതും ഒരു പക്ഷേ ആദ്യം കണ്ടെത്തിയ ആൾക്കായിരിക്കും കൂടുതൽ ബുദ്ധി ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ നിർമ്മാണം ലോക്കൽ നിർമ്മാണമായിരിക്കും. ഇന്നത്തെ അത്രയും സംവിധാനം ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു വാഹനവും ഇല്ലാതിരുന്ന കാലത്ത്, വാഹനം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതിരുന്ന കാലത്ത് കാളവണ്ടി കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ബുദ്ധി വേണം അതിന്. ഓക്കെ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് രൂപപ്പെടുത്തി, വാഹനം എന്ന് പറയുന്നൊരു ആശയം മനസ്സിൽ രൂപപ്പെടുത്തി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം അന്നത്തെ മനുഷ്യർക്കും ഇന്നത്തെ മനുഷ്യർക്കുമെല്ലാം ബുദ്ധി എന്ന് പറയുന്ന സ്കില്ല് ഒരുപോലെ ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഒരു നിലയുടെ വീട് പണിയാൻ എനിക്ക് എത്ര അധ്വാനവും കഴിവുമുണ്ടോ, ആ കഴിവിന് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 50 മാർക്ക് കൊടുക്കാം. ഓക്കെ,
ഇത് ഞാൻ മണ്ണിൽ ഒരു നിലയുടെ ബിൽഡിംഗാണ് പണിതത്. കഴിഞ്ഞു. 50 മാർക്കിൻ്റെ സ്കില്ലുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഈ വീട് പണിയാം. ഈ ഒരു സ്കില്ല് ഉപയോഗിച്ച് എനിക്ക് 100 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു നിലയും പണിയാൻ പറ്റും. 100 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു നില പണിയാം. അപ്പോൾ 100 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു നില പണിതാൽ ഞാൻ 101 നിലകളുള്ള ഒരു മഹാ കെട്ടിടമാണ് ഉണ്ടാക്കുന്നത് എന്ന് വേണമെങ്കിൽ തോന്നും. ഞാൻ 101ാമത്തെ നിലയല്ലേ പണിതത്, അപ്പോൾ എത്രത്തോളം ഞാൻ പുരോഗമിച്ചു. പക്ഷേ ഒരു നിലയല്ലേ നീ പണിതിട്ടുള്ളൂ. അതിന് മുൻപുള്ള 100 മറ്റാരൊക്കെയോ പണിതത് കൊണ്ടാണ് 101ാം നില പണിയാനുള്ള സ്കില്ല് നിനക്കുണ്ടായത്. അപ്പോൾ ഒരു ബിൽഡിങ്ങും ഇല്ലാത്ത കാലത്ത് ഒരു നില പണിയുന്നതും 100 നില ഉള്ള സ്ഥലത്ത് 101ാം നില പണിയുന്നതിനും ഒരേ ടാസ്ക്കാണ് ഇവർ ഏകദേശം. ഓക്കെ, അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ വലിയ ഉപകരണങ്ങളും കൂടുതൽ സംവിധാനങ്ങളും ഉണ്ടായി. പഴയ കാലത്ത് സംവിധാനമില്ലായിരുന്നു എന്നതൊഴിച്ചാൽ ബുദ്ധിയുടെ സ്കില്ല് പണ്ടും ഇപ്പോഴും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, പറഞ്ഞു വരുന്ന ഈ ബുദ്ധി മനുഷ്യന് പണ്ടേ ഉണ്ട് എന്നല്ലേ? അപ്പോൾ ഹൈ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഒരു ബുദ്ധിയുള്ള ജീവവർഗം അത് ഒരു സ്പെഷ്യൽ ക്രിയേഷനാണ്. ഇങ്ങനെയുള്ളൊരു ബുദ്ധിയുള്ള ജീവിവർഗം ഉണ്ടെങ്കിൽ 0 ലെവലിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണം വസ്ത്രം ധരിക്കാൻ അറിയില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, ബുദ്ധി മാത്രമുണ്ട്. ഇന്നത്തെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഒരു സംസ്കാരവുമില്ലാത്ത, അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിൽ, അല്ലെങ്കിൽ ജീവിക്കാനുള്ള സംവിധാനവും സൗകര്യവും ഭക്ഷണങ്ങളും മരങ്ങളും വെള്ളവും ഒക്കെ ഉള്ള ഒരു പുതിയ നാട്ടിൽ കൊണ്ടുപോയി ഒരു പുതിയ മനുഷ്യനെ നമ്മൾ ഇറക്കിയെന്ന് സങ്കല്പിക്കുക. മനുഷ്യൻ്റെ ഇന്നത്തെ ബുദ്ധി കപ്പാസിറ്റിയുള്ള ഒരു ജീവിവർഗത്തെ ഒരു കണ്ടെത്തലുമില്ലാത്ത, ഒരു പുരോഗതിയുമില്ലാത്ത ഒരു പുതിയ ഭൂമിയിൽ ഈ മനുഷ്യനെ ഇറക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ മൃഗങ്ങളെപ്പോലെ ആയിരിക്കും സ്വാഭാവികമായി ആദ്യഘട്ടത്തിലൊക്കെ ജീവിക്കുക. പിന്നെ മൃഗങ്ങളെയൊക്കെ കിട്ടുന്ന ജീവികൾ പഴങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങും, ചിലപ്പോൾ കാട്ടു ജീവികളെ ഭക്ഷിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു 100 വർഷം കൊണ്ട് പല ഭക്ഷണങ്ങളും അവർ സ്വയം കണ്ടെത്തും. ഈ ബുദ്ധിയുള്ള ഒരാൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തും. ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് മരിച്ചു പോയാൽ ചിലത് കഴിക്കാൻ പറ്റില്ല എന്നും ഇത് പറ്റുമെന്നൊക്കെ മനസ്സിലാവും. ഏകദേശം ഒരു 100-500 കൊല്ലം കഴിയുമ്പോഴേക്കും അവർ വേവിച്ച് കഴിക്കാനും ഇങ്ങനെ ചെറിയ പുരോഗതികളൊക്കെ വരും. ചെറിയ ഭാഷയുടെ അക്ഷരങ്ങൾ, സൗണ്ടുകളൊക്കെ രൂപപ്പെടുത്തും. വ്യത്യസ്ത ജീവികൾ വരുമ്പോൾ ആന വരുന്നതിന് ഇന്ന സൗണ്ട്, പുലി വരുന്നതിന് മറ്റൊരു സൗണ്ട്, ഇങ്ങനെയൊക്കെ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിൻ്റെ ബേസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഒരു 10-15,000 വർഷം അവർ തലമുറകൾ ഇതേ ബുദ്ധിയുള്ള ജീവിവർഗങ്ങൾ ജീവിച്ചാൽ അവർ ഡെവലപ്പായി നമ്മുടെ 2024 മനുഷ്യ വിഭാഗമായി മാറാൻ കഴിയും എന്ന് നമ്മുടെ ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ബുദ്ധിയുള്ള ജീവിവർഗം ഇവിടെ രൂപപ്പെടുന്നതിന് 15,000 വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രമേ കാലാവധി ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നോർമലി അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ജീവിവർഗമായ മനുഷ്യനെ അള്ളാഹു സംവിധാനിക്കുന്നതിന് കുറേ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ മുമ്പേ രൂപപ്പെടേണ്ട ആവശ്യമില്ല. 15,000 വർഷം 10,000 വർഷം കൊണ്ടൊക്കെ എത്തിപ്പെടാവുന്ന ദൂരത്താണ് മനുഷ്യൻ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അതിന് മുമ്പ് ഈ ബുദ്ധി ഇല്ലാത്ത ജീവിവർഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ബുദ്ധി എന്ന് പറഞ്ഞാൽ പൂച്ചക്ക് പൂച്ചയുടേതായ ബുദ്ധിയുണ്ട്, പിന്നെ കുരങ്ങിന് കുരങ്ങിൻ്റെതായ ബുദ്ധിയുണ്ട്, ഡോൾഫിൻ്റെതായ ബുദ്ധിയുണ്ട്. ഇങ്ങനെ പല ജീവികൾക്കും ബുദ്ധിയുണ്ട്. അപ്പോൾ അത്തരം ഒരു ചെറിയ ശതമാനം, ഒരു ചെറിയ നിലവാരത്തിലുള്ള ബുദ്ധിയുള്ള ജീവിവർഗങ്ങൾ മുമ്പ് മനുഷ്യനോട് ശാരീരിക പ്രകൃതി ഇണങ്ങിയ ചില ജീവിവർഗങ്ങൾ ഉണ്ടായേക്കാം. അവയുടെ ഫോസിലുകൾ നമുക്ക് ലഭിച്ചേക്കാം. അപ്പോൾ മനുഷ്യനോട് സമാനമായൊരു ഫോസിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് മാത്രം ആ ജീവിയുടെ പേരക്കുട്ടിയാണ് നമ്മൾ എന്ന് പറയാൻ വകുപ്പില്ല. DNA-യിൽ സാമ്യതയുണ്ട് എന്നതൊക്കെ ഊഹങ്ങൾ മാത്രമാണ്. അതേ സാമ്യത്തിൽ അള്ളാഹുവിന് ഒരു പുതിയ ജീവിയെ പടച്ചൂടെ? എല്ലാ ജീവികൾക്കും സാമ്യങ്ങളുണ്ട്. DNA-യിൽ സാമ്യം എന്ന് കേൾക്കും പലരുടെയും വിചാരം DNA അങ്ങനെ അടുത്തുനിന്ന് നേരെ അതിൽ നിന്നുകൊണ്ട് വന്നതാണെന്നാണ്. മനുഷ്യനുമായി യാതൊരു ബന്ധമില്ലാത്ത ജീവജാലങ്ങൾ, പരിണാമ സിദ്ധാന്തം അനുസരിച്ച് തന്നെ പഴങ്ങൾ
അതുമായി മനുഷ്യൻ്റെ പഴങ്ങളുടെ DNA പോലും മനുഷ്യൻ്റെ DNAയുമായിട്ട് പല സാമ്യതകളുണ്ട്. അപ്പോൾ സാമ്യത എന്ന് പറയുന്നത് നേരെ ഇതിൽ നിന്ന് ഇത് രൂപപ്പെട്ടു എന്നതിനുള്ള തെളിവൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് പരിണാമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്ലാമിൻ്റെ അഖീദ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് തിരിച്ചു വരാം.